വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന് ദേശീയപാത തകർന്നു വീണ വാർത്തയും ദൃശ്യമാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. എന്തായാലും സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടെങ്കിലും ആർക്കും പരിക്കില്ല എന്നുള്ളത് ഭാഗ്യം. ഈ റോഡ് തകർന്നു തുടങ്ങിയപ്പോൾ തന്നെ ബസ്സും വണ്ടികളും അടക്കം പെട്ടെന്ന് തന്നെ നിർത്തി കുട്ടികളെ പെട്ടെന്ന് തന്നെ വാഹനത്തിൽ നിന്ന് ഒഴിപ്പിച്ചു. അത് നിങ്ങളുടെ ബാഗ് എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. എന്തായാലും ആർക്കും പരിക്കില്ല എന്നത് ഭാഗ്യമായി നിൽക്കുമ്പോഴും ഉണ്ടായ തകർച്ച അതൊരു മാരകമായ തകർച്ചയാണെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിന് സൈഡ് വാൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ പൊളിഞ്ഞു. സർവീസ് റോഡ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ വലിയ ഗർത്തങ്ങൾ, വലിയ വിള്ളലുകളുമായി പൊട്ടിപ്പൊളിഞ്ഞ് നാശമായ കാഴ്ചയാണ് പ്രേക്ഷകർ അവിടെ കാണുന്നത്. എന്താണ് ഇവിടെ ഉണ്ടായത് എന്ന കാര്യം, ഈ തകർച്ചയുടെ കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിൽ, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ദേശീയപാത തകർച്ച നമ്മൾ കണ്ടെങ്കിലും അതൊക്കെ പാടങ്ങളിലും ഈ ചതുപ്പ് പ്രദേശങ്ങളിലും അത്തരത്തിൽ ഫ്രജൈലായ മണ്ണിൽ കൂടി പണിഞ്ഞ മേഖലകളിലായിരുന്നു. അവിടെയൊക്കെ ഇടിഞ്ഞു താഴലും വിള്ളലുമൊക്കെ ഉണ്ടായിരുന്നു കണ്ടാൽ. എന്നാൽ അരുൺരാജ് പറയുന്നത് ഈ മേഖല അങ്ങനെയുള്ള മേഖലയല്ല എന്നുള്ളതാണ്. നേരത്തെ ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലടക്കം ഈ ഉപയോഗിക്കുന്ന മണ്ണിൻ്റെ ഗുണപരിശോധന അല്ലെങ്കിൽ ഭൂമിയുടെ ബലപരിശോധന ശരിക്കും നോക്കിയില്ല, ശാസ്ത്രീയ പരിശോധന ഉണ്ടായില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ കരാർ കമ്പനിക്കെതിരെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതുതന്നെയാണ് ഇവിടെയും കാരണം. ഒരുപക്ഷേ ദൃശ്യങ്ങൾ കണ്ടാൽ ഏതാണ്ട് വലിയ സമാനത നമ്മൾ നേരത്തെ കണ്ട ദേശീയപാത തകർച്ചകളുടെ വലിയ സമാന ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എന്താണ് കാരണം എന്നറിയില്ല. എന്തായാലും വലിയ ഒരു അപകടം ഒഴിവായി എന്ന ഭാഗ്യം എന്നൊരാശ്വാസം ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴുമുണ്ട്. കാര്യം ഇതിനേക്കാൾ വലിയ തകർച്ചയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുമായി പോകുന്ന സ്കൂൾ ബസ്സൊക്കെയാണ്. ഒന്നും ഉണ്ടായില്ലോ, ഭാഗ്യം. അരുൺരാജായിരുന്നു. അരുണ, ഇത് പ്രധാനപ്പെട്ട റോഡാണ്. പ്രധാനപ്പെട്ട റോഡിൽ എന്തായാലും ഈ റോഡിൽ കൂടെ ഗതാഗതം ഇനി സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ വലിയ ബ്ലോക്കൊക്കെ അടുത്ത മണിക്കൂറുകളിൽ അവിടെ പ്രതീക്ഷിക്കണം. അരുൺ, തീർച്ചയായും ഹാഷ്മി, ഇപ്പോൾ തന്നെ റോഡ് പൂർണ്ണമായും ഈ ബ്ലോക്ക് ആയിരിക്കുകയാണ്. പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. കിലോമീറ്ററോളം ദൂരം ഈ വാഹനങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധ ഇപ്പോൾ പോലീസ് ആവശ്യപ്പെടുന്നത് കൊട്ടിയത്ത് നിന്ന് വാഹനം ഇടതുവശത്തേക്ക് തിരിഞ്ഞ് പോകണം എന്നുള്ളതാണ്. നിലവിൽ മൈലക്കാട് വഴിയുള്ള യാത്ര അത് പൂർണ്ണമായും ഇപ്പോൾ പോലീസ് നിരോധിച്ചിട്ടുണ്ട്. മറ്റൊരു യാത്രാ മാർഗം തേടണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൊട്ടിയത്ത് തന്നെ ഇപ്പോൾ ഡീവിയേഷൻ പോലീസ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് നിന്ന് ഈ കിലോമീറ്ററോളം ദൂരത്തിൽ കിടക്കുന്ന വാഹനങ്ങൾ തിരിച്ച് വിടാനുള്ള ഒരു ശ്രമകരമായ ദൗത്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പല ഘട്ടങ്ങളിൽ പലപ്പോഴും ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ചോദ്യം അടക്കം പല ഘട്ടത്തിൽ ഉയരുന്നതാണ്. പക്ഷേ അതിന്റെ ഒരു ശാസ്ത്രീയ പരിശോധന പൂർണ്ണമായും നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. കാരണം ഇവിടെ നിലവിൽ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇടിഞ്ഞു താഴുന്ന സംഭവങ്ങളോ ഒന്നും തന്നെ രേഖപ്പെടുത്താത്ത സ്ഥലമാണ്. ഭൂമി വലിയ ഉയരത്തിൽ തന്നെ നിന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലയിടവും മണ്ണെടുത്ത് മാറ്റുകയും പിന്നീട് പലയിടവും ഒരു സ്ലോപ്പ് പോലെ ആക്കുകയൊക്കെ ചെയ്തത്. അവിടെ ഇത്തരത്തിൽ ഇടിഞ്ഞു താഴ്ന്നതിന്റെ കാരണം ഈ സൈഡ് വാളിന്റെ ബലക്കുറവ് അടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ നാട്ടുകാർ ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും ഇത് നിലവിൽ അതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ ഒരു ശാസ്ത്രീയമായ വിവരം അത് ഇനി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും മറ്റൊരു മാർഗത്തിലേക്ക്, മറ്റൊരു വഴിയിലേക്ക് കടത്തിവിടാനുള്ള ദൗത്യമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വലിയ കിലോമീറ്ററോളം ദൂരത്തിൽ ഇപ്പോൾ വാഹനം കിടക്കുകയാണ്. ഹാഷ്മി, കുട്ടികൾക്ക് ഏറെ ആശ്വാസകരമായ, നമുക്ക് ഏറെ സമാധാനം തരുന്ന കാര്യം മറ്റു സ്ഥലങ്ങളിലൊന്നും എത്തിയ അപകടത്തിൽ മറ്റാർക്കും പരിക്കുകളില്ല എന്നുള്ള പ്രാഥമികമായ വിവരമാണ്. അത് ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരാൾക്ക് പോലും നിലവിൽ മറ്റ് പരിക്കുകളില്ല എന്നുള്ളതാണ്. മറ്റ് പ്രശ്നങ്ങളില്ല. ഇപ്പോൾ പോലീസ് കൂടി ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഇനി ഇതുവഴി വാഹന ഗതാഗതം ഈ ഘട്ടത്തിൽ അനുയോജ്യമല്ല, ഈ ഘട്ടത്തിൽ വാഹനം കടത്തിവിടില്ല എന്നുള്ളത് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അരുൺ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4-5 മാസം മുമ്പാണ് അവിടെ കൊല്ലം കല്ലുന്താഴം ജംഗ്ഷനടുത്ത് ഇതുപോലെ ഒരു നിർമ്മാണത്തിൽ മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനടുത്താണോ ഈ മേഖല, അരുൺ? ഹാഷ്മി സൂചിപ്പിച്ച സ്ഥലം കല്ലുന്താഴമാണ്. അവിടെ നിന്ന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറമാണ് ഇപ്പോൾ ഈ കൊട്ടിയം മൈലക്കാട്, അതായത് നമ്മൾ കൊട്ടിയത്ത് നിന്ന് ചാത്തന്നൂരിലേക്ക് പോകുന്നതിന് ഭാഗത്തേക്കാണ്. അവിടെയാണ് ഈ മൈലക്കാട് അപകടം നടന്നിരിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ചതുപ്പോ അങ്ങനെയുള്ള ഭാഗങ്ങളോ ഒന്നും തന്നെയല്ല ഈ പ്രദേശമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇക്കാര്യത്തിൽ എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണത്തിൽ എന്നിപ്പോൾ ആരോപിക്കാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. കാരണം വളരെ ഉയരത്തിൽ തന്നെ മണ്ണൊക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴും അവിടെ
ഈ നിർമ്മാണത്തിന്റെ ഭാഗമായി മാത്രമാണ് മണ്ണെടുത്ത് മാറ്റി അടക്കമുള്ള കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായി ചെയ്തത്. നിലവിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ചാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. കാരണം പ്രാദേശിക റോഡുകളിലൂടെ മാത്രമാണ് ഇപ്പോൾ ഗതാഗതം അനുവദിച്ചിട്ടുള്ളൂ. ആ വഴി മാത്രമാണ് ഇപ്പോൾ നമ്മളും കടന്നു പോകുന്നത്. പക്ഷെ അവിടെ പോലും വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് ഇപ്പോൾ ഉണ്ട്. ആ രീതിയിലടക്കം ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ വാഹനങ്ങൾ ഇങ്ങനെ ഇത്തരത്തിൽ കടന്നു പോകാൻ കഴിയാത്തത് കൊണ്ടുള്ള ഗതാഗത കുരുക്ക് മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. സ്ഥലത്തേക്ക് വിവിധ സേനകളുടെ സഹായം കൂടി, അതായത് പോലീസ്, ഫയർഫോഴ്സിന്റെ അടക്കം സഹായം ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ കൂടി അവിടെ ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഹാഷ്മി, ഒരുപക്ഷെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പസമയത്ത് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു അറിയിപ്പോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാൻ കൂടി ഇടയുണ്ട്. എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡാണ് ഇത്തരത്തിൽ വലിയ വിള്ളലും വലിയ ഗർത്തങ്ങളും ഉണ്ടായി ഗതാഗതയോഗ്യമല്ലാതായിരിക്കുന്നു എന്നതിനപ്പുറം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക അത് ചെറിയ ആശങ്കയല്ല. അത് കേരളത്തിൽ ഏത് റോഡിലും എപ്പോഴും ഉണ്ടാകാൻ കഴിയുന്നതാണോ എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ പഴിക്കാൻ കഴിയില്ല. ഭയം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കാര്യം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും റോഡിൽ ഇത്തരത്തിൽ ഇടിഞ്ഞു താഴുക, വിള്ളലുണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കളിയല്ല. ഇത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായി സ്കൂൾ ബസ് വന്ന വണ്ടിയാണ്. അത് ആർക്കും പരിക്കില്ല. അത് മഹാഭാഗ്യം, അത് ദേവാധീനം എന്ന് തന്നെ പറയണം. എന്തായാലും അത് കാരണം അതുകൊണ്ട് ആശങ്കയില്ല എന്നർത്ഥം അതിലില്ല. അത് ഭാഗ്യം കൊണ്ട് ഒഴിവായിപ്പോയ ഒരു ദുരന്തമാണത്. എന്തായാലും ഇപ്പോൾ അവിടെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് വിള്ളലൊക്കെ ആയിട്ട് ആ റോഡ് അങ്ങനെ കിടക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. അരുൺരാജ് അങ്ങോട്ടേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വലിയ നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയ പ്രധാനപ്പെട്ട പാതയാണ്. ആ പാത ഉപയോഗശൂന്യമാവുക അതിനർത്ഥം കിലോമീറ്ററോളം ബ്ലോക്കുകൾ ഉണ്ടാവുക എന്നതുകൂടിയാണ്. ഇനിയിപ്പോൾ പോലീസ് വന്ന് ഗതാഗതം നിയന്ത്രിച്ച റോഡ്, ഈ പറയുന്ന വണ്ടികൾ, നമ്മൾ തൃശ്ശൂരൊക്കെ നേരത്തെ അന്ന് നമ്മൾ കണ്ടതാണ് ഉണ്ടായ വലിയ ബ്ലോക്ക്. അപ്പോൾ ആ ബ്ലോക്ക് പോലും ഉണ്ടാവാതിരിക്കാൻ ഇനി വഴിയൊക്കെ മാറ്റിവിട്ട് വാഹനങ്ങൾ നിയന്ത്രിക്കുമ്പോൾ മാത്രമേ ആ ബ്ലോക്കുകൾ മാറുകയുള്ളൂ. ഇപ്പോൾ തന്നെ ആ മേഖലയിൽ 3-4 കിലോമീറ്ററോളം നീളത്തിൽ ബ്ലോക്കായി എന്നാണ് അരുൺരാജ് റിപ്പോർട്ട് ചെയ്തത്. നമുക്കിത് പുതിയ കാഴ്ചയല്ല എന്നുള്ളതാണ് സങ്കടം. ഇത് കേരളത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന ദേശീയപാത തകർച്ചയല്ല. നമ്മൾ ചുരുങ്ങിയത് ഒരു ഡസൻ കാഴ്ചകളും ഇതിനോടകം തന്നെ കേരളത്തിൻ്റെ കുരിയാടിൽ തുടങ്ങിയതാണ്. പിന്നെ പല ഭാഗങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്താണ് കാരണം, എന്താണ് റിയൽ കാരണം എന്ന കാര്യം ഇനിയും ശാസ്ത്രീയ പരിശോധനകൾ കൂടി ആ വിഷയങ്ങളൊക്കെ പൂർത്തിയാണ്. നേരത്തെ ഇത് ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ ദേശീയപാത അതോറിറ്റി അന്ന് പ്രധാനമായി പറഞ്ഞത് ഇപ്പം നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ഇടിഞ്ഞു താഴാനുള്ള കാരണം കളിമണ്ണ് കലർന്ന ദുർബല മണ്ണാണ് എന്നാണ് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ അന്ന് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.